ന്യായവിധിയെക്കുറിച്ച്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാനിങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചു, അത് ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. സോ ന്യായവിധി എന്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ന്യായവിധി എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് അവിടെ എല്ലാവരെയും കൂട്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നിൽക്ക് ഇതാണ് ന്യായവിധി എന്നുള്ളതാണ്. രണ്ടാം വരവും ന്യായവിധി, ഇതാണ് അതിനകത്ത് കിടക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു കാര്യം ബൈബിൾ ഓറിയന്റഡ് അല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ സുവിശേഷം 3:19 പറഞ്ഞിരിക്കുന്നത്, ന്യായവിധി എന്നതോ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ടും പിതാവിനെയും പുത്രനെയും അറിയാത്തത് തന്നെ ന്യായവിധി. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും വെളിച്ചത്തെ സ്വീകരിക്കാതെ ഇരുട്ടിനെ സ്നേഹിച്ച് കഴിയുന്നത് തന്നെ ന്യായവിധി. ഇത് ജീസസിൻ്റെ കാലത്ത് ജീസസിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അത് അച്ഛൻ പറയുമ്പോൾ അച്ഛനിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ജനങ്ങൾ അച്ഛനിലൂടെ അയച്ചിരിക്കുന്ന വെളിച്ചത്തെ മനസ്സിലാക്കാതെ ഇന്നും മതത്തെയും പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയാണ് പിൻപറ്റി പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ന്യായവിധി അവർ തന്നെ ചോദിച്ചു വാങ്ങിക്കുക. അതായത് ദൈവം അംഗീകരിച്ച് അപ്പോയിൻറ്റ് ചെയ്ത് അച്ഛൻ ചില കാര്യങ്ങൾ വെളിച്ചത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ, ദൈവം ആഗ്രഹിച്ച ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് പറയുമ്പോൾ അച്ഛനെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ന്യായവിധി. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എനിക്ക് ഉണ്ടാക്കിയെടുത്ത് പറയുന്നതല്ല, എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറയുവാണ്. എനിക്ക് തന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ വാക്കുകളെയും എൻ്റെ ഈ ആശയങ്ങളെയും നിരാകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഇവർ ഒരു രണ്ടാം വരവിന് വേണ്ടി നോക്കിയിരുന്ന് ഈ ന്യായവിധി രണ്ടാം വരവ് വന്ന് നോക്കിയിരിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളിലേക്കൂടെ വരുന്ന ദൈവത്തിനെ ഇവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യ വരവ് ശരീരത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. ഓക്കെ, പോകുന്നതിന് മുമ്പ് ജീസസ് പറഞ്ഞു, എടാ മക്കളെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. അതായത് ശരീരത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനും പിതാവും കൂടെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. ഇനി പോയാലേ പറ്റത്തുള്ളൂ. പോയി കഴിഞ്ഞിട്ട് ഞാനും പിതാവും കൂടെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. ഇന്ന് എൻ്റെ ഉള്ളിൽ ആ പുത്രൻ്റെ ആശയങ്ങൾ ജീവിക്കുന്നു, പിതാവ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. അപ്പോൾ എന്നിൽ ഈ രണ്ടാം വരവ് നിറവേറി, അച്ഛനിൽ അത് നിറവേറി. ജീസസ് രണ്ടാമത് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രയോജനമില്ല. ഉണ്ടോ? അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മാനുഷികതയിലുള്ള ബന്ധവും അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ ഒരു എന്താ പറയുന്നത് കൾച്ചറിലുള്ള ബന്ധമാണ്. എനിക്ക് അച്ഛനെയോ അച്ഛൻ എന്നെയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ഒരു പരിധിയിൽ കവിഞ്ഞ് സഹായിക്കാൻ പറ്റത്തില്ല. ഇതേ കാര്യമായിരുന്നു അന്ന് ജീസസ് ജീവിച്ചിരുന്നപ്പോഴും ശിഷ്യന്മാർക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് ജീസസിനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് മാനുഷികതയിൽ നിൽക്കുമ്പോഴാണ്. എപ്പോഴും എനിക്ക് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. സോ എന്ന് പറഞ്ഞതുപോലെയാ ശരീരത്തിൽ ഒരാൾ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ആത്മാവിൽ ഉള്ളിൽ ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 24/7 നമ്മളെ ആ വ്യക്തി നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. സോ പിതാവും പുത്രനും ഇപ്പം നമ്മുടെ ഉള്ളിലാണ്. പുത്രൻ എന്ന് പറയുന്നത് ജീസസ് അല്ല. പുത്രൻ എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ ആ പുത്രത്വത്തിനകത്തേക്ക് വന്ന വ്യക്തിയാണ്. ജീസസ് ദൈവത്തിൻ്റെ പുത്രനായിരുന്നത് എങ്ങനെയാണോ അതുപോലെ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇതാണല്ലോ റോമാലേഖനം പറയുന്നത്, ക്രിസ്തുവിന് കൂട്ടവകാശം, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാണ്. ക്രിസ്തു ആണെന്നല്ല പറഞ്ഞത്, ക്രിസ്തുവിനെ പോലെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ പോലെ എനിക്കാകാൻ പറ്റും, അച്ഛനാകാൻ പറ്റും. അതാണ് ദൈവത്തിൻ്റെ പുത്രത്വം. അപ്പോൾ പുത്രനാരാ? മനോജാണ്. പുത്രനാരാ? ഷാജുവാണ്. അപ്പോൾ എനിക്ക് യേശു ആകാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് ആരാകാം? പുത്രനാകാം. അപ്പോൾ പുത്രൻ ഞാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പുത്രത്വം എന്നിലുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആശയത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്കോ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ അവർ ഈ പള്ളിയും കുർബാനയും അവരെങ്ങനെ ഈ മൂടിക്കെട്ടി വെച്ചേക്കുക. കണ്ണ് കാണാൻ പറ്റാതെ ഈ കുർബാനകൾ കൊണ്ടും മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും കണ്ണിനെ ഇങ്ങനെ കുരുടാക്കി വെച്ചേക്കുക. പിന്നെ അവർക്ക് എങ്ങനെ കാണാൻ പറ്റും? അങ്ങനെ കുരുടാക്കി വെച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ കുപ്പായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കുരുടായി. ആ ഒരു പുത്രസ്ഥാനം നമുക്ക് കണ്ടെത്തണമെങ്കിൽ തന്നെ മനുഷ്യൻ കുറച്ചൊരു നിശബ്ദതയിലേക്ക് പോവുകയും ആ നിശബ്ദതയിൽ ആ മെഡിറ്റേഷനിൽ കൂടെ ആ ആത്മബോധത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു പുത്രനാണ് ആ റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അതിന് ഇവർ അനുവദിക്കില്ല. ഇവർ പറയും യോഗ, അത് ഹിന്ദു സമുദായത്തിന്റെ ഭാഗമാണ്, മെഡിറ്റേഷൻ അതൊന്നും പറ്റില്ല. ഇവിടെ കുർബാന, നിങ്ങളെല്ലാവരും കുർബാനയ്ക്ക് വരിക, ഈ കുർബാന കാണുക, ഇവിടെ കുർബാന ചൊല്ലല്, ഒരു ഭാഗത്തുനിന്ന് കുർബാന ചൊല്ലുക, അവിടെ നിന്ന് കാണുക.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ കഴിഞ്ഞു, ആശീർവാദം കൊടുത്ത് വിടും. പിന്നെ ഒരു ബുക്ക് അച്ചടിച്ച് തന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇത് രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ ഇതൊക്കെ ചൊല്ലി വായിക്കുക. ഇതോടുകൂടെ തീർന്നു. അപ്പൊ ആ സ്വയം പുത്രിയാണെന്നുള്ള ആ കണ്ടെത്തലിലേക്ക് ഈ നാമമാത്ര ക്രിസ്ത്യാനികൾക്ക് വരാൻ സാധിക്കുന്നില്ല. അതെന്നില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തതയോടുകൂടെ പൗലൂസ് കൊരിന്ത്യർക്ക് എഴുതുന്നത് അക്ഷരം കൊല്ലുന്നു. അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തുകൾ അക്ഷരമാണ്, അത് നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്ന ഈ ആരാധനക്രമം അക്ഷരമാണ്, അത് നമ്മളെ കൊല്ലുകയാണ്. എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് ആത്മാവോ ജീവിപ്പിക്കുന്നു. സോ അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരായിട്ടല്ല ദൈവം നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ആത്മാവിൻ്റെ ശുശ്രൂഷകരായിട്ടത്രേ. ഫൈൻ, നമ്മൾ ഇന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അച്ചടിച്ച് വെച്ച തിരുവെഴുത്തുകളുടെയും അച്ചടിച്ച് വെച്ച ആരാധനക്രമത്തിൻ്റെയും ശുശ്രൂഷകരായിട്ടാണ് നമ്മൾ അന്ന് നിന്നത്. അതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് അനുവാദമില്ലായിരുന്നു, വേലിക്കെട്ടുകളായിരുന്നു. പക്ഷെ ഇന്നോ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവർ പറയണത് ആ അരിപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അവരുടെ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ ദൈവത്തിനെ പുറത്തേക്ക് എടുത്തേക്കാണ്. അവരുടെ ഉള്ളിൽ ദൈവമില്ല, ദൈവം പുറത്ത് അപ്പത്തിന്റെ രൂപത്തിൽ. ഇത് ഈ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇത് ഒരു മതപുരോഹിതൻ പറയണത് ഇതാണ് ദൈവം. വേണമെങ്കിൽ അവര് ഒരു അച്ചുണ്ടാക്കി ഇതിന്റെ പുറത്തൊരു യേശുക്രിസ്തുവിന്റെ ഒരു പടവും ഉണ്ടാക്കും. എന്നിട്ട് പറയും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, ഈ അപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കാരണം കൊണ്ട് എല്ലാവരും ഞായറാഴ്ച വരിക അല്ലെങ്കിൽ മറ്റുള്ള ഇടവ് ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരിക, ഇത് കാണുക. അപ്പോൾ ഒരു തരത്തിലും ഇവരുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തിനെ, ആ ജീവചൈതന്യത്തിനെ അനുഭവിക്കാനോ ഒരു പുത്രസ്ഥാനത്തേക്ക് വളരാനോ ഇവരെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവർ അനുവദിക്കാതെ വന്നില്ല, എൻഗേജ് ആക്കി വെച്ചേക്കും. ഇത് കഴിഞ്ഞ കുർബാന കഴിഞ്ഞ നൊവേന കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ ആ വിശുദ്ധന്റെ വണക്കം, അത് കഴിയുമ്പോഴേക്കും ധൂപം, അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട്, അപ്പോഴേക്കും ചെണ്ടകൊട്ട്. ഇങ്ങനെ പെരിഫറലായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ എൻഗേജ് ആക്കി വെച്ചേക്കാണ്. അപ്പോ അതെ നമ്മള് ഉദ്ദേശിച്ചത് ഇപ്പൊ മനോജ് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഇത് ഒന്ന് ഡീപ്പായിട്ട് ഇപ്പോഴത്തെ ക്രിസ്തീയ വിശ്വാസികളുടെ ഉള്ളിലേക്ക് പോകണം. ഇത് എന്താണ് പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം എന്ന് പറയുന്നത് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായാലാണ് ഇവരുടെ ജീവിതത്തിൽ ഈ മരിച്ച അവസ്ഥ എന്നൊക്കെ ഒരു ഉത്ഥാനം കിട്ടി. അതെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയിച്ചാൽ, യേശു കർത്താവ് കുറച്ച് സമയങ്ങളെ പുരുഷാരത്തോട് സംസാരിച്ചിട്ടുള്ളൂ. പത്രോസിൻ്റെ വള്ളത്തിൽ നിന്ന് പുരുഷാരത്തോട് സംസാരിച്ചു. ഒരു 3 ദിവസം പുരുഷാരൻ തന്നോടുകൂടി ഇരുന്നപ്പോഴത്തേക്ക് പുരുഷാരത്തോട് സംസാരിച്ചു. ഒലിവുമലയിൽ നിന്നും പുരുഷാരത്തോട് സംസാരിച്ചു. നമ്മുടെ ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ജനങ്ങളോട് സംസാരിച്ചു. ഇങ്ങനെ ചുരുക്കം ചില സന്ദർഭത്തിൽ മാത്രമേ പബ്ലിക്കായിട്ട് ജീസസ് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി സമയമെല്ലാം സംസാരിച്ചത് ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന ഡിസൈപ്പിൾസിനോടാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കിന് ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വീഡിയോ ചെയ്തിടുന്നുണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പബ്ലിക് ഇത് എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ലൈഫ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ടേൺ ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും നമ്മൾ വളർത്തുന്ന നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ മാത്രമേ ഇത് സ്വീകരിക്കത്തുള്ളൂ. ജീസസിൻ്റെ 12, 70, 120 രഹസ്യ ശിഷ്യന്മാർ, പരസ്യ ശിഷ്യന്മാർ, ഇവരിലാണ് പരിവർത്തനം വന്നത്. ഇവരാണിത് സ്വീകരിച്ചത്, ഇവരാണിത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. സോ ഇവർക്ക് മാത്രമേ ഇത് സ്വീകരിക്കാനായിട്ടുള്ളൊരു മൈൻഡ് കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ജനങ്ങൾ ഇത് കേൾക്കും, ആദ്യമൊക്കെ കൊള്ളാൻ തോന്നും, പിന്നെ ഈ ജനങ്ങൾ തന്നെ ക്രൂശിക്കാമെന്ന് വിളിക്കും. കാരണം ഇത് ഈ ലൈഫ് സ്റ്റൈൽ അവർക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് റൂട്ടഡ് അതെ വളരെ എത്ര നൂറ്റാണ്ടായി. അത് അന്നും അതെ, ഇന്നും അതെ. അന്ന് യഹൂദ മതവക്താക്കൾ അവരെ മൂടി വെച്ചിരുന്നു, ഇന്ന് ക്രിസ്തീയ മതവക്താക്കളും മറ്റുള്ള മതവക്താക്കളും ജനങ്ങൾ മൂടി വെക്കുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യത്തെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ജനങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സോടുകൂടെ പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്നുള്ളത് എനിക്കും അറിയാം, അച്ഛനും അറിയാം. പക്ഷെ ആര് സ്വീകരിക്കും? നമ്മളിത് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കി ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കണ്ടുമുട്ടാൻ കാരണം ഞാൻ മനോജ് ഇട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് നമ്മളൊരു ബന്ധത്തിലേക്ക് വന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാർ മനോജുമായിട്ട് അസോസിയേറ്റ് പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഉണ്ട്. അതേ അച്ഛാ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുമായിട്ട് പേഴ്സണൽ കണക്ഷനിൽ വരുന്നവരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരുണ്ട്, അവരെ ഞാൻ ഓരോ ദിവസവും ബിൽഡ് ചെയ്തെടുക്കുവാണ്. ഏതിൽ? ബൈബിൾ പഠിപ്പിച്ചിട്ടല്ല,
ഖുറാൻ പഠിപ്പിച്ചിട്ടല്ല, വേദങ്ങൾ പഠിപ്പിച്ചിട്ടല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റീമ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ദൈവം നൽകുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ സ്വീകരിച്ചിട്ട് അവരെ ബിൽഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു മതഗ്രന്ഥം വെച്ച് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. സോ ഈ ഒരു കാര്യം അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പം പരിവർത്തനം ആർക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അംഗീകരിച്ച് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പരിവർത്തനം വരൂ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്നും അവരെ ഡിസൈപ്പിളാക്കി വെക്കാനല്ല. ഒരു കാലഘട്ടം അവരെ നമ്മൾ വളർത്തിയിട്ട് അവരെ ഇതേപോലെ എക്യുപ്പ് ചെയ്ത് അവരെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരും ഇതെന്ത് ചെയ്യണം, മറ്റുള്ള ജനങ്ങളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് അവരുടെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് വരുന്ന ആൾക്കാരെ അവരും ട്രെയിൻ ചെയ്ത് അതിങ്ങനെ കൊണ്ടുപോകണം. അതാണ് ജീസസും ചെയ്തത്, നമ്മളിന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു മതമില്ല, നമുക്കൊരു ഒരു എന്താ പറയുക പള്ളി സിസ്റ്റം ഇല്ല, നമുക്കൊരു രജിസ്ട്രേഷൻ ഇല്ല, നമുക്ക് കാണിക്കയില്ല, അങ്ങനത്തെ പരിപാടി നമുക്കില്ല. നമ്മൾ ജീസസ് ചെയ്ത അതേ ശുശ്രൂഷ, പൗലോസ് ചെയ്ത അതേ ശുശ്രൂഷ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു കാര്യം ഉപകാരമായി. കാരണം നമ്മളിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, സബ്ജക്റ്റുകൾ ഇങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ ആണല്ലോ ഡിസ്കസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇടണത്. അപ്പോൾ ഇതിന് ഇവർ ശരിക്കും ദൈവം ഇവർക്കൊരു ഫോർമേഷൻ കൊടുത്തു കൊറോണ വന്നിട്ട്. അതെ അതെ. അപ്പോൾ അത് കണ്ട് കുറച്ച് പരിചയമുണ്ട്. അവർ ആ സമയത്തൊക്കെ അവർ ഈ കുർബാനയൊക്കെ ഓൺലൈനിലല്ലേ കണ്ടിരുന്നേ. പക്ഷെ അവിടെ എന്താണെന്ന് പ്രശ്നം ഇതല്ല. ഞാൻ ബൈബിൾ കോൺടെക്സ്റ്റിൽ സംസാരിക്കുവാണേ. ജീസസ് പറഞ്ഞു, പല പട്ടണങ്ങളെ നോക്കി ജീസസ് ശപിച്ചു. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ അവിടെ നടന്നിരുന്നുവെങ്കിൽ അവർ ഇതിനു മുമ്പേ മാനസാന്തരത്തിൽ വന്നേനെ. അയ്യോ ഹോരേഖ നിനക്ക് കഷ്ടം എന്നൊക്കെ പറഞ്ഞ് പല പട്ടണങ്ങളെയും ദൈവം ശപിക്കുക. ഇതുപോലെ കൊറോണ വന്ന സമയത്ത് ജനങ്ങളുടെ അടുത്ത് ദൈവം സംസാരിച്ചു. എന്നിട്ടും ഇത് വീണ്ടും ജനങ്ങൾ തിരിച്ച് അവിടെ പോയി കിടക്കുക. ഓക്കെ, ദൈവം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ, ഓരോ ഘട്ടങ്ങളിലൂടെ ജനങ്ങളോട് ഡയറക്റ്റായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കി തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരാതെ വീണ്ടും എവിടെ പോയി കിടക്കുക, ഈ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പോയി കിടക്കുക. അതാ കഷ്ടം. അല്ല, ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആത്മീയ സംഭാഷണങ്ങൾ, ഇങ്ങനത്തെ സത്യങ്ങളൊക്കെ ആൾക്കാരേക്ക് മുന്നോട്ട് വയ്ക്കുമ്പോൾ 30, 60, 100 മേനി വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ജനങ്ങൾ മനസ്സിലാക്കി അവരുടെ നന്മ, നമുക്കതേ ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ.